ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മഴതോരും മുമ്പയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് തരണമെന്നും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ എല്ലാവരും കണ്ടതാണ് ബബിത ഹരിയിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി പോകുന്ന ബബിതയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ബബിത പോയിട്ട് ഈ ഫോൺ ആകെ തല്ലി പൊട്ടിച്ച് കളയുന്നുണ്ട്. അവളുടെ ദേഷ്യം മുഴുവനും അവൾ ആ ഫോണിൽ തീർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫോണൊക്കെ നശിപ്പിച്ചല്ലോ, ഇനിയിപ്പോൾ കുറച്ച് ആശ്വാസമായി എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ ബബിത. അപ്പോൾ ഹരിയാണെങ്കിൽ ആകെ ദേഷ്യം വന്നതായി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ഇവളോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഹരി പറയുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബബിത രോഹിതിനോട് എന്ന് പറയുന്നുണ്ട്, ചേട്ടാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം, നമുക്കിവിടെ നിൽക്കണ്ട ഇനി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് ചോദിക്കുന്നു, നിനക്കിതെന്ത് പറ്റി, നിനക്ക് അവിടെ ഇഷ്ടമല്ലായിരുന്നല്ലോ, അലീനയെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മളവിടെ പോകുന്നത്, നമ്മൾ കണ്ടതല്ലേ, നമ്മൾ അങ്ങനെ ആ ഒരു അവസ്ഥയിലവിടെ നിന്ന് പോകുന്നതല്ലേ, ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് രോഹിത്. പക്ഷേ ബബിത എന്തായാലും ഇനി ഞാനിവിടെ നിൽക്കില്ല, എനിക്കിവിടെ മതിയായി, ഒന്ന് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് നമ്മുടെ ബബിത ഇപ്പോൾ. കാരണം ഹരിയെ കൊണ്ട് ഹരി ഇനി വെറുതെ ഇരിക്കില്ല എന്ന് ബബിതക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്തത് കാണുന്നത് ഡെയ്സി മാമച്ചനും രേവതിനെയും കൂട്ടിയിട്ട് രേവതിയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഡെയ്സിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇവക്ക് സത്യം വല്ലതും മനസ്സിലാവോ, അവരുടെ വീട്ടുകാർ നമ്മുടെ രേവതിനോട് പറയുമോ മോളാണ് അല്ലെങ്കിൽ ഇവൾ അവിടുത്തെയാണ് എന്നെല്ലാം പറയുമോ, രേവതി അവിടെ നിൽക്കുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷൻ നമ്മുടെ ഡെയ്സിക്കുണ്ട്. അങ്ങനെ അവർ അവിടെ ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതിയുടെ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഭാര്യയും അവരുടെ കുറച്ച് ഫ്രണ്ട്സും, അതായത് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, എല്ലാവരും കൂടി എന്താ പറയുക ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ടിരുന്ന് ചീട്ടുകളിയും മദ്യപാനവും ഒക്കെ ആയിട്ടുള്ള ഒരു സദസ്സിലേക്കാണ് ഇവർ ചെന്ന് കയറുന്നത്. അങ്ങനെ ഇവരെ കണ്ട ഉടനെ തന്നെ നമ്മുടെ രേവതിയുടെ അച്ഛൻ വന്നിട്ട് വാ മക്കളെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അകത്തേക്കൊക്കെ ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ രേവതിയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഇപ്പോഴത്തെ ഭാര്യയും അവർ വിചാരിക്കുന്നുണ്ട്, ഇതാരാണാവോ പുതിയ ബന്ധുക്കളൊക്കെ എന്നുള്ള രീതിയിൽ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറുന്ന അവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവർ അവരുടെ രേവതിയുടെ അച്ഛനോട്, അതായത് രേവതിയുടെ അച്ഛനോട് പറയുന്നുണ്ട്, രേവതിനോടൊന്നും പറയരുതെന്ന് പറയണം കേട്ടോ, അവളൊന്നും അറിഞ്ഞിട്ടില്ല, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ഡെയ്സിക്ക് ആണെങ്കിൽ പേടിയായിട്ട് മാമച്ചനോട് പറയുന്നുണ്ട്, വേണ്ട മാമച്ചായ നമുക്ക് പോകാം, നമുക്കിവിടെ നിൽക്കണ്ട കാണിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പുള്ളീനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. രേവതിയുടെ അച്ഛനപ്പോൾ അവിടെ കിടപ്പാണല്ലോ, പുള്ളിക്ക് സുഖമില്ലാത്തതല്ലേ. അങ്ങനെ പുള്ളീനെയൊക്കെ കണ്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ രേവതീനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ രേവതീനെ കണ്ടപ്പോൾ തന്നെ ഇയാളുടെ കണ്ണിൽ എന്താ പറയുക, ആകെ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടി വന്നിങ്ങനെ നിറയുന്നുണ്ട്. ഇവളോട് രേവതീനോട് കുറേ മാപ്പൊക്കെ പറഞ്ഞിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റെല്ലാം ക്ഷമിക്കണം, പൊറുക്കണം, വെറുക്കരുത്, അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പാവം അയാൾ കരയുന്നുണ്ട് കേട്ടോ. അയാൾ ഇത്രയും നാളും ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അയാളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വന്നു കയറിയപ്പോൾ തന്നെ കണ്ട കാഴ്ച നമുക്ക് മനസ്സിലായല്ലോ, ഈ അച്ഛനും മോനും ആ വീട്ടിൽ യാതൊരു വിലയും ഇല്ലാതെയാണ് അവിടെ താമസിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായി. അങ്ങേരുടെയാണ് വീട്, അവരുടെ ആ അച്ഛൻ്റെയാണ് വീട്, എങ്കിൽ പോലും അവർക്ക് അവിടെ ഒരു സ്ഥാനമോ വിലയോ ഒന്നും ഇല്ലാതെയാണ് അവരവിടെ താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അഭയാർത്ഥികൾ ഒരു ക്യാമ്പിൽ നിൽക്കുന്ന എങ്ങനെയാണോ ആ ഒരു ഫീലിലാണ് കേട്ടോ ഈ അച്ഛനും മോനും അവിടെ കഴിയുന്നത്. അങ്ങനെ രേവതിക്കും അപ്പോൾ എന്തോ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട്. എന്താ പറയുക, രക്തത്തെ തിരിച്ചറിയും എന്ന് പറയുന്ന പോലെ രേവതി പോകുന്ന സമയത്ത് ഇങ്ങനെ അവളുടെ അച്ഛനിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറിൽ ഇവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവർ കാര്യങ്ങൾ അങ്ങനെ ഒന്നും പറയുന്നില്ല, ഇവള് മോളാണെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ അവർക്കും രേവതിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി മോളെ കണ്ടപ്പോൾ. അങ്ങനെ അവർ അവിടെ നിന്ന് മാമച്ചനും ഡെയ്സിയും കൂടി രേവതിനെയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി തന്നെ
എന്തിനാണ് എന്നെ അവിടെ കൊണ്ടുപോയത്, അവരൊക്കെ ആരാണ് എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. എന്തിനാണ് എൻ്റെ കൈ പിടിച്ച് കരയുകയൊക്കെ ചെയ്തത്, എന്തിനാ എന്നോട് മാപ്പൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഓ ചിലപ്പോൾ അയാളുടെ മോളെപ്പോലെയോ ഒക്കെ ആണെന്നൊക്കെ നിന്നെ വിചാരിച്ച് കാണും, അതുകൊണ്ടായിരിക്കും അയാൾ കരഞ്ഞത് എന്നൊക്കെ ഡെയ്സി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കിപ്പോൾ ഏതെങ്കിലും ബന്ധുക്കളൊക്കെ വന്നാലും ശരി, ഞാൻ എന്തായാലും നിങ്ങളെ വിട്ട് പോകാനൊന്നും പോകുന്നില്ല. ഞാൻ എന്തായാലും എന്നെ നല്ലപോലെ നോക്കുന്നത് അങ്കിളും ആൻറ്റിയൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് രേവതി. എൻ്റെ രേവതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് മനസ്സിലായി അതാരാന്ന്. അതാരാന്ന് എനിക്കറിയാം, എൻ്റെ അച്ഛനല്ലേ അത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഡേസിയും മാമച്ചനും ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ, അയ്യോ ഇവക്കെല്ലാം അറിയുമോ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എനിക്കറിയാം അതെൻ്റെ അച്ഛനല്ലേ, പക്ഷേ എന്നെ അവർ ചെറുതിലെ ഉപേക്ഷിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും പോവില്ല, എനിക്ക് നിങ്ങളെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന ഡേസിക്കും മാമച്ചനും ഒത്തിരി സന്തോഷവും ഒരാശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശിവനും രാജീവനും കൂടി സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ബബിത ചെല്ലുന്നുണ്ട് കേട്ടോ. ബബിത ചെന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെന്നാ അങ്കിളെ ഞങ്ങൾ പോവാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആകെ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഞെട്ടൽ പോലെ, ഇന്നലെ വരെ എവിടെയും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇന്ന് വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണെന്നോ, ഇതെന്താ ഇത് എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അതെന്താ അപ്പോൾ ഇന്നലെ പോണില്ല എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോവാണ്, ഇവിടെ ഇനി നിൽക്കുന്നില്ല, ഞാൻ എത്രയും പെട്ടെന്ന് പോവാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അലീനയുള്ള വീട്ടിലേക്ക് നീ ഇനി പോവില്ല എന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് അങ്കിളെ എപ്പോഴും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പരികരണയും അല്ലെങ്കിൽ സ്നേഹവും സംരക്ഷണവും ഒക്കെ വേറെ എവിടെയും കിട്ടില്ലല്ലോ, ഞാൻ അവിടെ തന്നെ നിന്നോളാം, ഇവിടെ നിന്ന് മതിയായി എന്നുള്ള രീതിയിൽ തന്നെ ബബിത പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആര്, നമ്മുടെ ഹരി ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവള് പോവാണല്ലേ, അപ്പോൾ ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലേ, തൻ്റെ പ്ലാനൊക്കെ ഇനി നടക്കില്ലല്ലോ എന്നുള്ള ഭയങ്കര ദേഷ്യത്തിലാണ് ഹരി. അങ്ങനെ രാജീവനോടും ശിവനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ബബിത മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ അവിടെ ആരാണ്, അവിടെ ബബിത വരുന്നത് നോക്കി നിൽക്കുന്നുണ്ട് ഹരി. ഹരി പറയുന്നുണ്ട്, നീ അങ്ങനെ ജയിച്ചു എന്നൊന്നും കരുതണ്ട, ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടത്തിയെടുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നീ ജയിച്ചെന്നൊന്നും കരുതാൻ നിൽക്കണ്ട. ഒരു ഫോൺ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാൽ നീ ജയിച്ചു എന്നാണോ നിൻ്റെ വിചാരം? ഞാനേ അതെല്ലാം വേറെ ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെടി, നീ എന്നെ അങ്ങനെയൊന്നും വരട്ടാൻ നോക്കണ്ടെന്ന് ഹരി ബബിതയുടെ വരട്ടുന്നുണ്ട്. ബബിത ആരാ മോള്? അപ്പോൾ ബബിത തിരിച്ചും പറയുന്നുണ്ട്, ഹരിയേട്ടൻ്റെ ഒരു കള്ളക്കളിയും എൻ്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല ഹരിയേട്ടാ, ഞാനിതെല്ലാം ഇവിടെ ഉള്ളവരോടെല്ലാം വിളിച്ചു പറയും. ഹരിയേട്ടൻ അങ്ങനെ നല്ല പിള്ള ചമയണ്ട, എന്നോട് ചെയ്തതും കാണിച്ചതും, ഞാനൊരു എന്താ പറയുക, ഒരു അനിത്യയായിട്ട് പോലും അല്ലെങ്കിൽ ഒരു അനീതിയെ പോലെ ആയിട്ട് പോലും ഹരിയേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഞാൻ എല്ലാവരോടും ഞാനും വിളിച്ചു പറയും എന്നും പറഞ്ഞിട്ട് എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ് രണ്ടുപേരും. ആരും തോക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല, രണ്ടുപേരും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഹരിയെ എന്തായാലും നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട് കേട്ടോ. അതിന് വേറെ ആരും വരേണ്ട ആവശ്യമില്ല, നമ്മുടെ അലീന തന്നെ മതി. അപ്പോൾ വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഇനിയപ്പോൾ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, നമ്മളൊക്കെ ഇത് തന്നെ കാണുകയും ചെയ്യും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.